വീണ്ടും ഫ്ലെയിമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. അപ്പോൾ നമ്മുടെ നാണിയാക്കാൻ്റെ ഇറച്ചിക്കടയ്ക്ക് പോയിട്ട് വരികയാണ്. ഹിറ്റ് തേർഡ് കേസ് സിനിമ കണ്ടിട്ട് വരികയാണ്. അതാണ് ഉദ്ദേശിച്ചത്. ഇതിൽ നാനി, ശ്രീനിധി ഷെട്ടി, അതുപോലെ സമുദ്രക്കനി, റാവു രമേശ്, അങ്ങനെ കുറച്ച് താരങ്ങളുണ്ട്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ സിനിമ ഫുള്ള് വയലൻസാണ്. വയലൻസ് എന്ന് പറഞ്ഞാലും പോരാ, അമ്മാതിരി വയലൻസാണ്. മാർക്കോയിനെ കടത്തി വെട്ടിയ വയലൻസാണ് ഈ സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വയലൻസ് സിനിമകൾ എല്ലാവരും പോയി കാണാൻ പറ്റുമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഈ സിനിമ പോയി കാണാൻ പറ്റുമെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. അത്രയും വയലൻസാണ്. അപ്പോൾ അതുകൊണ്ട് വയലൻസ് തീരെ പറ്റാത്തവർക്ക് ഈ സിനിമ എന്തായാലും പോയി കാണാൻ പറ്റുന്നതല്ല. അതാദ്യമേ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് മുഴുവൻ വയലൻസ് ആണെന്ന്. നല്ല ആക്ഷനും ഉണ്ട്. അപ്പോൾ ഈ വയലൻസിനെ എൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നാണല്ലോ ഞാൻ പറയേണ്ടത്. അതാണല്ലോ ഈ ചാനലിൽ ഞാൻ ചെയ്യേണ്ട കാര്യം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ത് തന്നെ ആയാലും ഞാൻ പറയണമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എനിക്ക് ഓക്കെ ആയിരുന്നു. എനിക്ക് ശരിക്കും വയലൻസ് ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ആളല്ല. എനിക്ക് ആക്ഷൻ നല്ല ഇഷ്ടമാണ്. ഏത് സിനിമയിലും ആക്ഷൻ ഉണ്ടെങ്കിൽ അത് എനിക്കൊരു ഹരമാണ്. ആക്ഷൻ സിനിമകൾ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ വയലൻസ് ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല. മനുഷ്യനെ ഇറച്ചിക്കടയിൽ വെട്ടി തുണ്ടാക്കുന്ന പോലത്തെ സംഭവങ്ങൾ എനിക്ക് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയിലെ വയലൻസ് ഞാൻ ശരിക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പഹൽഗാമിൽ കുറച്ച് പേരെ മതം ഏതാന്ന് ചോദിച്ച് വെടിവെച്ച് കൊന്നു. ആരാ കൊന്നത്? തീവ്രവാദികൾ ആരാണ്? അവരും ഈ മരിച്ചുപോയവരെ പോലെ തന്നെ സാധാരണ മനുഷ്യരാണ്. പക്ഷേ അവർ ക്രൂര മൃഗങ്ങളാണ്, ടെററിസ്റ്റാണ്. പക്ഷേ ടെററിസ്റ്റും ക്രൂരമൃഗങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, അവരാരാണ്? അവരും ഈ മരിച്ചവരെ പോലെ തന്നെ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ ഇപ്പം ഞാനും നിങ്ങളും ഇന്ത്യയിലെ ഓരോരുത്തരും, ഇപ്പം നമ്മുടെ ഭരണകൂടം, നമ്മുടെ അതേപോലെ രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെ എല്ലാവരും ഈ കൊന്നവർ സാധാരണ മനുഷ്യർ തന്നെയല്ലേ, ജീവിച്ച് പോട്ടെ, അവരെ ക്ഷമിച്ച് വിട്ടേക്കാം എന്ന് നമ്മളും അതേപോലെ പട്ടാളക്കാരുമൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? രാജ്യത്തിന് തന്നെ അത് ഭീഷണിയാവും അല്ലേ? അപ്പോൾ എന്ത് ചെയ്തേ പറ്റൂ? അവർക്കെതിരെ നമ്മൾ തിരിഞ്ഞേ പറ്റൂ. അത് ഏതറ്റം വരെയും തിരിഞ്ഞേ പറ്റൂ. കാരണം അവർ ക്രൂര മൃഗങ്ങളാണ്. അപ്പോൾ അവരുടെ സംഘടന അതേപോലത്തെ അവിടുന്ന് അങ്ങോട്ട് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ കടന്ന് ചെല്ലേണ്ടിയിരിക്കുന്നു. ഇത് എങ്ങനെയാണിത്, അവർ എന്തുകൊണ്ട് ചെയ്തു, ആരൊക്കെ ഇതിലുണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ അവർക്കെതിരെ പട്ടാളക്കാർ തോക്കുമായി ചെന്നേ പറ്റൂ, ആയുധങ്ങളുമായി ചെന്നേ പറ്റൂ. അപ്പോൾ പട്ടാളക്കാർ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇത്രയും ക്രൂരമൃഗങ്ങളെ എങ്ങനെ അവർ നോക്കിക്കാണാൻ പറ്റും? ക്രൂരതയോടെ തന്നെ നോക്കിക്കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടാളക്കാരുടെ രീതി നമ്മളൊന്നും നേരിട്ട് കണ്ടിട്ടില്ല, വീഡിയോസിലൊക്കെ ചിലപ്പോഴൊക്കെ വരാറുണ്ട് എന്നേ ഉള്ളൂ. പട്ടാളക്കാരുടെ രീതി ഫുൾ വയലൻസാണ്. വയലൻസ് വേണ്ടിടത്ത് വയലൻസ് കൂടാതെ പറ്റില്ല. രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കയ്യിൽ ഈ തീവ്രവാദികളെ കിട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചിഞ്ചായിട്ട് തന്നെ അവരെ കൊണ്ട് ആ ഉത്തരം പറയിപ്പിക്കാൻ അവർ ശ്രമിക്കും. എന്തിനു വേണ്ടി? രാജ്യത്തിന് വേണ്ടി. അപ്പോൾ അത് വയലൻസ് ആണോ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ സിനിമയുടെ ആ ഒരു റിവ്യൂ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, അപ്പോൾ അത് വയലൻസ് ആണോ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തിലെ ആ മരിച്ചവർക്ക് ഓരോരുത്തർക്കും ഉള്ള ഉത്തരം, ആ ഒരു പകരം നമ്മൾ ചോദിച്ചിരിക്കണം, ഉത്തരം നമുക്ക് കിട്ടിയിരിക്കണം എന്ന് തന്നെയല്ലേ? ആ ഒരു അർത്ഥത്തിൽ നിന്ന് കൊണ്ട് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണ്. ഈ സിനിമയും ഇതേപോലെ തന്നെ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതാണ് ഈ സിനിമയിലെ വയലൻസ്. അതുകൊണ്ട് തന്നെ ഈ വയലൻസിനെ എനിക്ക് സിനിമ കണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ പഹൽഗാമിലെ സംഭവങ്ങളാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അമ്മാതിരി വയലൻസാണ്. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം.
നാനിയുടെ ഒന്നൊന്നര പൊളിച്ച പടമാണ് കേട്ടോ. നാനി മിന്നിയിട്ടുണ്ട്. ആക്ഷൻ എന്ന് പറഞ്ഞാലും പോരാ, ഗംഭീര ആക്ഷൻ. അതുമാത്രമല്ല, ഒരു പോലീസ് ഓഫീസർ എങ്ങനെ ആയിരിക്കണമെന്ന് ഈ ഒരു പോലീസ് ഓഫീസറിനെ നമ്മൾ ഈ ഒരു അർജുൻ സർക്കാർ എന്നാണ് ഇതിലെ നാനിയുടെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കും നമ്മുടെ ഇന്ത്യയിലുള്ള യുവാക്കൾക്കൊക്കെ പോലീസ് ആകണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിട്ട് നാനി അഭിനയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാക്ക സിനിമ കണ്ടിട്ട്, സൂര്യയുടെ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ പോലീസ് ആയിട്ടുണ്ട്. അത് ആ സിനിമ കണ്ടിട്ട് ആ ഇൻസ്പിറേഷനിലായതാണ്. അതേപോലെ തന്നെ തീർച്ചയായും ഈ സിനിമ കണ്ടാലും പോലീസ് ഓഫീസർ ആകണമെന്ന് തോന്നും. ആ രീതിയിൽ ഞാൻ പൊളിച്ചിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസർ വളരെ സീരിയസ്, ഇടയ്ക്കിടയ്ക്ക് ഡേ എന്നൊരു ഒച്ചയാണ്. അത് നല്ല രസമുണ്ട്. അത് ഇടയ്ക്ക് ആൾ എന്തെങ്കിലും അപ്പുറം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഒച്ച എന്നൊരു ഒച്ചയാണ്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ശരിക്കൊരു പോലീസ് ഓഫീസറിനെ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ സിനിമയിൽ നാനിയെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ ത്രില്ലർ മൂവികൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. എനിക്കെന്തായാലും ഇതിൽ വയലൻസ് എന്ന് ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കതങ്ങനെ തോന്നിയില്ല. എനിക്ക് ഈ സിനിമ ഇഷ്ടമായി. നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ ഇത് ആവറേജ് ആണോ എബോവ് ആവറേജ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എബോവ് ആവറേജും അതിൻ്റെ മേലെയുമാണ്. രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ചിന്തയോടെ അത് നോക്കി കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ വേറെ സംഭവങ്ങളൊന്നും, കോമഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റ് സംഭവങ്ങളൊന്നുമില്ല. ഓൺലി ആക്ഷൻ, ഓൺലി പോലീസിൻ്റെ ആ ഒരു നടപടികൾ, അതാണ് ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിച്ച അഭിനയം നാനി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ ശൈലേഷ് കൊലാനു ആണ്. കക്ഷി മികച്ച ഡയറക്ഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം ഈ സിനിമയെക്കുറിച്ച്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. അതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇനി ഹിറ്റ് 4th കേസ് ലോഡായിട്ടുണ്ട്. അതിൽ ഹീറോ ആയിട്ട് വരാൻ പോകുന്നത് തമിഴിലെ ഒരു വമ്പൻ താരമാണ്. അപ്പോൾ സിനിമയുടെ അവസാനം ഇതാരാണ് ആരാണെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മുഖം കാണിക്കുന്നില്ല. അവസാനം വന്ന് നിൽക്കുമ്പോൾ ഒരു വമ്പൻ താരമാണ്. അതാരാണെന്ന് നിങ്ങൾ തന്നെ സിനിമ കണ്ട് മനസ്സിലാക്കുക. അതുപോലെ 4th കേസിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്.